അതുപോലെ ആലപ്പുഴയിലും ബി.ജെ.പിക്ക് ലീഡ്, ആലത്തൂരിൽ യു.ഡി.എഫ് ലീഡ് തിരികെ പിടിച്ചിരിക്കുകയാണ്. രമ്യ ഹരിദാസ് മുന്നിട്ട് നിൽക്കുന്നു. ഇത് രണ്ടുമാണ് അപ്ഡേറ്റ്. കോട്ടയത്ത് യു.ഡി.എഫ് ഇപ്പോഴും ലീഡ് തുടരുകയാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് 400 വോട്ടുകൾക്ക് ഇപ്പോഴും മുന്നിൽ. NDA 300 സീറ്റുകളിലാണ് ലീഡ്. രാജ്യത്താകമാനം ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം NDAക്ക് കടുത്ത മത്സരം കാഴ്ചവെക്കുന്നു. മഞ്ജുഷ് സജിത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 186 സീറ്റുകൾ ഇന്ത്യ സഖ്യം മുന്നിലാണ്. 300 കടക്കാൻ പാടുപെടുകയാണ് ഇപ്പോൾ NDA സഖ്യം എന്നത് മനസ്സിലാക്കണം. BJP സഖ്യം 300 കടന്ന് അതിൽ നിന്ന് ഒന്നുകൂടി മുകളിലേക്ക് വരാൻ പാടുപെടുന്നു. ആദ്യഘട്ടത്തിൽ വലിയ ലീഡ് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും BJPയുടെ സ്ട്രോങ് ഹോൾഡ്സ് ആയ UP-യിലും ഒപ്പം മഹാരാഷ്ട്രയിലും കർണാടകയിലും ബീഹാറിലും മറ്റും NDA സഖ്യം കിതയ്ക്കുകയാണ് എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം ഉണ്ടാകുന്നു. ആന്ധ്രയിലും തെലങ്കാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും മറ്റുമാണ് BJPയുടെ അപ്രമാദിത്വമുള്ളത് എന്ന് വേണം ഈ ഘട്ടത്തിൽ കാണാൻ. കാരണം NDA സഖ്യം വിചാരിച്ച കുതിപ്പ് നടത്തുന്നില്ല.